മന്ത്രിയുടെ രാജിയും ചോദ്യപേപ്പർ ചോർച്ചയുമെല്ലാം ഉണ്ടെങ്കിലും മൂന്നാറാണ് വലിയ പ്രശ്നം. ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടറാം തലയുയർത്തി നിന്നതോടെ ഭരണകക്ഷിയുടെ MLAയ്ക്കും നേതാക്കൾക്കും അത് സഹിച്ചില്ല. 9 വില്ലേജുകളിലായി നടക്കുന്ന അനധികൃത നിർമ്മാണത്തിനും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്കും തടയിടുമെന്ന നിലപാടിലാണ് സബ് കളക്ടർ. ഇതോടെ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നവർ മൂന്നാറിലേക്ക് യാത്രയായി. മറ്റുള്ളവർ ഓരോ ദിക്കിൽ നിന്നും വാക്കുകൾ ഉതിർത്തുകൊണ്ടേയിരുന്നു. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. സബ് കളക്ടർ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, അവിടെ ഭൂമി സംബന്ധമായ അഞ്ച് നാട്, മറയൂർ, കാന്തല്ലൂർ, വട്ടവട തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും സബ് കളക്ടറുടെ ആഫീസിൽ നിന്ന് തീരുമാനിക്കണമെന്നാണ്. അങ്ങനെ തീരുമാനിക്കുന്നതിന് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. 80 കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് ഒരു നിജസ്ഥിതി സർട്ടിഫിക്കറ്റിന് വരണമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് സബ് കളക്ടർ അവിടെ പോയിരുന്നു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് അവരോട് ചോദിച്ചാൽ മതി. സർക്കാരിൻ്റെ ഭൂമി സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിക്കും. അന്യാധീനപ്പെട്ടു പോകാതെ ഭൂമി സംരക്ഷിക്കുക എന്നതാണ് ഗവൺമെൻറ് നയം. അതിൽ വേറെ ആളുകൾ ഇപ്പോൾ പറയുന്ന ചർച്ചയും വർത്താനവും ഒക്കെ വേറെയാണ്. റവന്യൂ മന്ത്രി ഒരു നിലപാട്, വേറെ മന്ത്രി ഒരു നിലപാട് എന്ന രീതിയിൽ പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു രാജേന്ദ്രൻ MLAയുടെ സ്ഥലം പട്ടയമുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? കയ്യേറ്റത്തിന് നേരെ ഒരു മൃദു സമീപനമില്ല. പക്ഷേ 450 വർഷമായി താമസിക്കുന്നവരുണ്ട്. അവർ കയ്യേറ്റക്കാരാണെന്ന് പറഞ്ഞ് ചെന്നാൽ അവർ ചിലപ്പോൾ ഒരു കുറച്ച് ചൂടായി പെരുമാറിയെന്ന് വരും. കാരണം അവർ കയ്യേറ്റക്കാരല്ല. അവർ ആ ഗവൺമെൻറ് സമീപനം അതാണ്. ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് ആര് മന്ത്രിയാണാലും മന്ത്രി ആയിട്ടുള്ളൂ. അവർക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യവും ജനം തന്നതിന്റെ ഒരു വിഹിതമാണ്. അത് ജനത്തിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇഷ്ടാനുസരണം ഒരാൾ ചെയ്യുന്നതിനെല്ലാം അനുകൂലിക്കുക എന്ന് പറയുന്നത് ഒരു മന്ത്രിക്കും അത് ഭൂഷണമല്ല. മന്ത്രി എന്ന് പറയുന്നയാൾ പക്വത ഉണ്ടാവണം. അപ്പൊ ഇവൻ പറയുന്നതെല്ലാം കേട്ട് അതേപോലെ വിളുങ്ങാനുള്ളതല്ല. എന്തു വന്നാലും ഇത് നേരിടും, വളരെ ശക്തിയായി നേരിടും. ഗവൺമെന്റിന്റെ പൊതു നയമാണ് സർക്കാരിന്റെ ഭൂമി സംരക്ഷിക്കുക, ഭൂരഹിതരായ ആളുകൾക്ക് ഭൂമി കൊടുക്കുക, ഒരു കാരണവശാലും കയ്യേറ്റം നടത്താൻ അനുവദിക്കാതിരിക്കുക. ഈ നിലപാട് ഗവൺമെന്റിൻ്റെതാണ്. അത് ഈ ഗവൺമെന്റ് തുടരും. സബ് കളക്ടർ മാറ്റണം എന്നുള്ള കാര്യം ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. മാത്രമല്ല, അത് സബ് കളക്ടർ മാറ്റണമെങ്കിൽ തന്നെ നടപടി സ്വീകരിക്കേണ്ടത് റവന്യൂ വകുപ്പുമല്ല, സബ് കളക്ടർ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരാളാണ്. അപ്പോൾ അത് അനാവശ്യമായിട്ടുണ്ടാക്കുന്നൊരു വിവാദമാണ്. ദേവികുളം കോടതി വൈദ്യുതി ബോർഡിന് അനുകൂലമായി വിധിച്ച കേസാണ്. ഇതിനകത്ത് എങ്ങനെയാ വിധിയുള്ളപ്പോൾ എങ്ങനെയാണ് പട്ടയം കൊടുക്കുന്നത്? ആരാണ് പട്ടയം കൊടുത്തത്? ഇത് വ്യാജ പട്ടയമല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ റിസോർട്ടുകൾ ആവശ്യത്തിനല്ലേ വേണ്ടു. ആവശ്യത്തിലധികം റിസോർട്ടുകൾ വരണ്ടാലും. അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കണക്കാക്കി, അതിൽ തന്നെ താമസിക്കാനിടയുള്ളവരുടെ എണ്ണം കണക്കാക്കി ഉള്ള ഒരു നിലപാടേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഭൂപ്രകൃതി കണക്കാക്കിയായിരിക്കണം കെട്ടിടത്തിൻ്റെ രൂപകൽപ്പനയും വരുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ വേണം. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോഴാണ് നേരത്തെ മൂന്നാർ തലപൊക്കിയത്. VS വിട്ടയച്ച പൂച്ചകൾ അന്ന് നന്നായി എലിയെ പിടിച്ചിരുന്നു. അവിടെയും വലിയ തരത്തിലുള്ള എതിർപ്പുകൾ വന്നപ്പോൾ പൂച്ചകൾക്ക് തിരിച്ചു പോരേണ്ടി വന്നു. പിന്നീട് നിർബാധം അഴിമതി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ചങ്കുറപ്പുള്ള ഒരു സബ് കളക്ടർ മൂന്നാർ വൃത്തിയാക്കുമ്പോൾ ഇതിന് തുടക്കമിട്ട പാവം VS
എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലും. എല്ലാം ഉടൻ ശരിയായി മൂന്നാർ വീണ്ടും കൈയിട്ട് വാരുന്നവരുടെ സ്വർഗ്ഗഭൂമിയാകുമെന്ന ആശങ്കയോടെ ഇന്നത്തെ ഡെമോക്രസിയുടെ സമയം അവസാനിക്കുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.